അപ്പോൾ നമ്മളെ തേനീച്ചുള്ളവരൊക്കെ തേനീച്ചക്കൂട് പിരിക്കിൻ്റെ ടൈമാണ്, പിരിച്ചു മാറ്റുക. അപ്പോൾ അതിൻ്റെ ടൈമാണ്. അപ്പോൾ നമ്മളെ ഈച്ചക്കൂടുകളൊക്കെ പിരിച്ച് മാറ്റാനുള്ള പരിപാടികളാണ്. ഫുള്ളായിട്ട് ഈച്ച കണ്ടോ. ഇനി ഈച്ചനെ ഇതുപോലെ കൂട്ടിലേക്ക് മാറ്റി കൂട് കൂട്ടുക, കൂടിലെണ്ണം കൂട്ടുക. പിന്നെ നല്ല മഴക്കാല ടൈമിൽ നല്ല കുത്തുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്മോക്കറൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അതേമാതിരി സ്മോക്കർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചകൾ കുത്തൽ കുറച്ച് കുറയും. കണ്ടോ, ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെ റാണിനെ കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ റാണിനെ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. ഒരു കൈ കൊണ്ട് ക്യാമറയും ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും കൂടി ഈച്ച നന്നാക്കലേക്ക് പോകണേ. എത്രമാത്രം ക്ലിയർ ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ റാണിനെ കണ്ടുപിടിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. ഈ രണ്ടിലും റാണില്ല. അപ്പോൾ റാണിനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. റാണി നമ്മൾ കാണുന്നില്ല. അപ്പോൾ നല്ല മുട്ടയുള്ള ഇതേപോലെ മുട്ട കണ്ടോ, കണ്ടമാനം മുട്ട ഉണ്ട്. അങ്ങനത്തെ മുട്ടയുള്ള ഒരു 3 അട എടുത്തിട്ട് നമ്മൾ പിന്നെ പിരിച്ച് മാറ്റാനുള്ള പരിപാടിയാണ്. നല്ല അടയുള്ള കേട്ടോ, ഇത് മാറ്റാം നമുക്ക്. ഇപ്പോൾ 3 അട നമ്മളിങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റാണി മിക്കവാറും ഈ കൂട്ടിലുണ്ടാകുക. റാണിയുള്ള കൂടെടുത്ത് നമ്മൾ കൊണ്ടുപോകും അടുത്ത സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട്, കൂട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് തേൻ്റെ അട കിട്ടി കണ്ടോ, നല്ല തേന, കുറഞ്ഞ തേന കിട്ടി, നല്ല അടിപൊളി തേന്. കുറച്ചേ കിട്ടിയുള്ളൂ. ഒരു 3-4 അട ഉണ്ട്. നമുക്ക് വേണ്ടി ഉപയോഗിക്കാം. നല്ല ശുദ്ധമായ തേനാണ്. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തേന് കൂട് പിരിച്ചു വെച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അടയാണിത്. നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി എടുത്തതാണ്. കുട്ടികളൊക്കെ വയറ് കുറച്ച് കഴിച്ചിട്ട് മത്തായി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അതെ